ഹലോ. അപ്പോൾ നമ്മളിപ്പോൾ എഴുന്നേറ്റിട്ടുള്ളൂ. ഇപ്പം ഇവിടെ സമയം 2 മണിയായിട്ട് ഉച്ചയ്ക്ക്. നോക്കണ്ട, ഇനിയിപ്പോൾ നമുക്ക് ഒരാഴ്ചത്തേക്ക് ഇതാണ് നമ്മുടെ സമയം. കാരണം ഏട്ടന് ഇനിയിപ്പം ഒരാഴ്ചത്തേക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇനി നമ്മളുടെ മോർണിംഗ് സമയം തുടങ്ങുന്നത് കടയിൽ നിന്നും പോയി നോക്കുമ്പോൾ മോർണിംഗ് സമയം തുടങ്ങുന്നത് നമുക്ക് ഉച്ചയ്ക്ക് 2 മണിക്കായിരിക്കും. പിന്നെ നമ്മൾ ഇന്നലെ ഉറങ്ങിയപ്പോൾ തന്നെ വെളുപ്പിന് 6 മണി ആയിട്ടുണ്ടായിരുന്നു. കാരണം ഏട്ടൻ്റെ കുറച്ച് കൊളീഗ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം പോയത് 6 മണിക്കാണ്. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഉറങ്ങിയത്. അപ്പോൾ ഇപ്പോൾ 2 മണി ആയിട്ടുള്ളൂ. 2 മണിക്കാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഏട്ടൻ 5 മണിയാകുമ്പോഴാണ് പോകേണ്ടത്. അപ്പോൾ നമുക്കിനി നമ്മുടെ രാവിലത്തെ കാര്യങ്ങൾ ചെയ്യാം. ഈ ഒരു ടൈമാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലേക്ക് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സമയം പോകും. നൈറ്റ് ആകുമ്പോൾ ഭയങ്കര പാടാണ്. സെയിം അവേഴ്സ് തന്നെയാണ്, പക്ഷെ അതങ്ങ് കടന്നു കിട്ടാനായിട്ട് ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷെ എൻ്റെ ലൂസ് മോഷനും കാര്യങ്ങളും കറക്റ്റായിട്ട് അങ്ങ് മാറിയിട്ടില്ല. മരുന്ന് അത് എൻ്റെ ഒരു കുഴപ്പമാണ്. ഞാൻ മരുന്ന് അത് കംപ്ലീറ്റ് ആക്കിയില്ല. ഞാൻ എല്ലാവർക്കും ഉള്ളതാണല്ലോ, നമ്മൾ ആശുപത്രിയിൽ പോയി മരുന്ന് മേടിക്കും. എന്നിട്ട് നമ്മുടെ ചിലപ്പോൾ 1 ഗുളിക അല്ലെങ്കിൽ 2 ഗുളിക കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അസുഖം മാറും. അപ്പോൾ നമ്മൾ ആ ഡോസേജ് നിർത്തും, അത് ഫിനിഷ് ആക്കില്ല. ഞാൻ അങ്ങനെ ചെയ്തു. എനിക്ക് പിന്നെയും ചെറിയതായിട്ട് അസുഖം തിരിച്ച് വരുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ഒന്നും കൂടെ മിക്കവാറും മരുന്ന് കഴിക്കും. അപ്പോൾ നമുക്ക് പല്ലൊക്കെ തേച്ച് ഇന്ന് ദോശയും ചമ്മന്തിയും തന്നെ, വേറെ ഒന്നുമില്ല. കുക്കർ ഞാനിന്ന് ആമസോണിൽ നോക്കി കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇടിയപ്പത്തിൻ്റെ അത് വാങ്ങിക്കണം. അപ്പോൾ പിന്നെ നമുക്ക് മാറി ഓരോന്നുണ്ടാക്കാം. അപ്പോൾ നമുക്ക് പല്ലൊക്കെ തേച്ച് റെഡിയാക്കാം. അപ്പോൾ ഏട്ടൻ്റെ കൊളീഗ്സിനൊക്കെ കുറേ ആൾക്കാർക്ക് നൈറ്റ് ഷിഫ്റ്റ് തന്നെ ആയതുകൊണ്ട് അവരൊക്കെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് വെളുപ്പിനായിട്ടോ വന്നത്. 1 മണിക്കാണ് എല്ലാവരും വന്ന് തുടങ്ങിയത്. എന്നിട്ട് പോയപ്പോഴത്തേക്കും 6 മണി. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് ഇങ്ങനെ കണ്ണ് തൂങ്ങിയിരിക്കുമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ ആകെ കൂടെ ഒരാളായിട്ട് മാത്രമാണ് എനിക്ക് കമ്പനിയുള്ളൂ. വേറെ കുറേ ആൾക്കാരെ ഞാൻ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിരിക്കുമ്പം അവർ ഡ്യൂട്ടിയിലെ കാര്യങ്ങളും അതും ഇതൊക്കെ പറയുമെന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് അവർ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വലിയ എന്താ പറയുക, ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണത്. പിന്നെ വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ പരിപാടി വെച്ചു. എനിക്ക് ഉറക്കവും വരണ്ടുണ്ടായിരുന്നു, ബോറും അടിക്കണ്ടായിരുന്നു. ഒരു കണക്കിന് പരിപാടിയൊക്കെ കഴിഞ്ഞ് അവർ പോയിന്ന്. പിന്നെ അവർക്കാർക്കും മലയാളം അറിയാത്തത് കൊണ്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തന്നെ ഒന്നും മനസ്സിലാവുമൊന്നുമില്ല. അപ്പോൾ സത്യമായിട്ട് എനിക്ക് ബോറടിച്ചു. പിന്നെ ഉറക്കവും വരണ്ടായിരുന്നു, വയ്യ. അതുകൊണ്ട് ആകെപ്പാടെ തലയ്ക്ക് പ്രാന്തായിരുന്നു വന്ന്. പിന്നെ ഈ ഡ്രസ്സിൽ എന്നെ കാണുമ്പോൾ ശരിക്കും നൈറ്റ് ഇട്ട പോരില്ല. എൻ്റെ ഏട്ടനെ അമ്മച്ചിന്ന് വിളിച്ച് കളിയാക്കായിരുന്നു. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫ്രോക്ക് നൈറ്റിയാണ്. അത് എനിക്ക് ശരിക്കും സ്മോൾ മതി എല്ലാ ഡ്രസ്സുകളും ഓൺലൈനിൽ നിന്നും ഒക്കെ മേടിക്കുന്നത്. ഇത് എക്സ്ട്രാ ലാർജ് ആയിരുന്നു. അവിടെയാണെങ്കിൽ മീഡിയം പോലും ഇല്ല. എന്നിട്ട് ഞാൻ കുറേ തുന്നി ഒപ്പിച്ച്, പക്ഷേ എന്താണെന്നറിയാൻ പാടില്ല, അതിട്ടിട്ടൊരു തള്ളച്ച് ലുക്കായിരുന്നു. എനിക്ക് ഒട്ടും ചേരണുണ്ടായിരുന്നില്ല. അത് നമ്മളുടെ സൈസിന് പാകത്തിനല്ലല്ലോ ആ സാധനം കിട്ടിയേക്കണത്. അതുകൊണ്ട് ശരിക്കും ഒരു നൈറ്റി ഇട്ട ഫീലാണ്. ശരിക്കും ഫ്രോക്ക് നൈറ്റീസൊക്കെ നല്ല ഭംഗിയുള്ളതല്ലേ. ഇതൊരു രസം ഉണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ ടോട്ടൽ 3 എണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്തായാലും മേടിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം ഷേപ്പ് ചെയ്തത് ഞാനങ്ങ് ഇട്ടുകൊണ്ട് കിടക്കുകയാണ്. ഞാനിങ്ങനെ കുറേ വീഡിയോസിലൊക്കെ നല്ല ഭംഗിയുള്ള ഫ്രോക്ക് നൈറ്റീസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കേട്ടോ ഞാൻ മേടിച്ചത്. ഇതെനിക്ക് തോന്നുന്നു എൻ്റെ സൈസ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഭംഗിയിൽ വരാത്തത്. അല്ലെങ്കിൽ നല്ല രസമായിട്ട് കിടക്കും. ഇതിപ്പോൾ കൈ ആണെങ്കിലും നീളം കൂടുതലാണ്. ഈ കൈ ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കി തയ്ച്ചേക്കുന്നതാണ്. പിന്നെ നമ്മൾ വരണേൻ്റെ തലേ ദിവസം വീടിനടുത്തുള്ള ഒരു കടയിൽ പോയിട്ടാണ് ഈ സാധനം വാങ്ങിയത്. അവിടെയാണെങ്കിൽ എക്സ്ട്രാ ലാർജ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഇതുമില്ല. പിന്നെ വേറെ കടയിൽ പോയിട്ട് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള സമയവുമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ സാധാരണ മറ്റ് ഡ്രസ്സുകളൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്തിടാറുണ്ടായല്ലോ, അപ്പോഴങ്ങനെ ഭംഗിക്ക് കുറവ് വരാറില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. പക്ഷെ കറക്റ്റ് ഈ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞപ്പം സാധാ നമ്മുടെ നൈറ്റി ഇല്ലേ, അതിട്ട പോലെയുണ്ട്. എനിക്കാണെങ്കിൽ നൈറ്റി ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു തവണ അത് ഇട്ടിട്ടൊക്കെ മാറ്റി വെച്ചു. പിന്നെ ഇട്ടിട്ടില്ല. വേറെ 2 ഉടുപ്പുള്ളത് ഞാൻ ഷേപ്പും ചെയ്തിട്ടില്ല. ഇനി എന്താ ഇത് ചെയ്യാമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പം അങ്ങനെ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി. നിങ്ങൾ നോക്കുക, റൂമൊക്കെ ഭയങ്കര അലമ്പായിട്ട് കിടക്കണം. ഇവിടെയൊക്കെ സാധനങ്ങൾ ഇരിക്കുകയാണ്.
കുറേ ഇത് പെപ്സിൻ്റെ, ഇത് കൊക്കക്കോളേൻ്റെ കുപ്പി, ഇത് പൊട്ടിച്ചിട്ടില്ല. പിന്നെ ഇതേ വേറെ ഇത്ര ഇരിക്കുന്നുണ്ട്, ഇതൊക്കെ എടുത്ത് ഇനി കാട്ടിക്കളയണം. പക്ഷേ വയറൊക്കെ അങ്ങോട്ട് ഒന്നും ശരിയാവാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട്. ഞാൻ മരുന്നൊക്കെ കഴിച്ചു, പക്ഷെ ഭയങ്കര ഒരു ക്ഷീണം. എന്തിൻ്റെ ആളെന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ ഒരു ഊഹം, ഞാൻ പറഞ്ഞില്ലേ ഞാനന്ന് വന്ന സമയത്ത് ഫ്രൈഡ് റൈസും ഗാർലിക് ചിക്കനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണോന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ അങ്ങോട്ട് ശരിയാവണില്ല. സാധാരണ ഒരു ദിവസം കൊണ്ടൊക്കെ അങ്ങോട്ട് മാറാറുണ്ട്. ഇത് മരുന്നൊക്കെ കഴിച്ചിട്ടും ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക. ഞാൻ പക്ഷെ മരുന്ന് കണ്ടിന്യൂസ് കഴിച്ചില്ല, അതുകൊണ്ടായിരിക്കും തോന്നണം. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ വൃത്തിയാക്കണം. നമ്മുടെ തറയിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. ഇന്നലെ എല്ലാവരും ചെരുപ്പൊക്കെ ഇട്ടിട്ടല്ലേ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട്, ഇപ്പം ഞാൻ ചെയ്യൂല, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഉടുപ്പ് മേടിച്ചത് നമ്മുടെ ഇപ്പം ഫ്രോക്ക് നൈറ്റീസ് ഭയങ്കര, എല്ലാവരും ഫ്രോക്ക് നൈറ്റീസ് അല്ലേ യൂസ് ആക്കണേ. അങ്ങനെ ഞാൻ മേടിച്ചത്. പക്ഷെ ഇത് എക്സ്ട്രാ ലാർജ് ആണ്. എനിക്ക് സ്മോള് മതി ശരിക്കും. സ്മോൾ അല്ലെങ്കിൽ മീഡിയം ഒക്കെ ആണെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ആ കടയിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ കുറേയൊക്കെ ഷേപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് വൃത്തിയാവണില്ല. ഇതിപ്പോൾ ശരിക്കും ഒരു നൈറ്റ് ഇട്ട് ഫീൽ ആയിട്ടുണ്ട്. സാധാരണ ഫ്രോക്ക് നൈറ്റീസ് നല്ല ഭംഗിയല്ലേ, ഇത്ര വൃത്തിയാവണില്ല. പിന്നെ വീട്ടിലിടാനല്ലേ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട്. രാവിലത്തെ പാത്രങ്ങളൊന്നും ഞാൻ കഴുകിയിട്ടില്ല. അപ്പം ഇനി ഇതൊക്കെ ഫസ്റ്റ് ഒന്ന് കഴുകി വെക്കട്ടെ. ഇത് കഴുകി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ. വയ്യ. ഈ വീഡിയോയിൽ ഈ ഡ്രസ്സ് കാണുമ്പോഴാണ് എത്രത്തോളം ആ ഡ്രസ്സ് വൃത്തികേടാന്ന് എനിക്ക് മനസ്സിലാവണേ. ഏട്ടൻ എന്നെ കളിയാക്കിയത് ഉള്ളതാന്ന് ഇപ്പോഴാണ് മനസ്സിലായി. നല്ല ബോറായിട്ടുണ്ട്. പക്ഷെ ഞാൻ 3 വാങ്ങുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യുമോ എന്തോ. അപ്പം നമ്മളിതേ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ പ്ലേറ്റുകളും പേപ്പർ കപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഏട്ടൻ്റെ മാനേജറുടെ പാർട്ടി ഇരുന്നപ്പോൾ പുള്ളിക്കാരൻ കൊണ്ടുവന്നതാണ് ഈ സാധനങ്ങളൊക്കെ. ഇതേ പിന്നെ ഫ്രിഡ്ജിൻ്റെ മേലെ ഇരിക്കണ ആ ഒരു നീല കളറില്ലേ, നമ്മുടെ ഐസ് ക്യൂബ്സിൻ്റെ ഇതൊക്കെയായിരുന്നു. അതൊന്നും പുള്ളിക്ക് വേണ്ട, ഇനി ഇവിടെ വെച്ചോന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിട്ട് പോയതാണ്. അല്ലെങ്കിൽ ഇവിടെ സാധനങ്ങൾ വെക്കാൻ സ്ഥലമില്ല. ഇനി ഇതൊക്കെ കൂടെ ഞാൻ എവിടെ കുത്തിക്കയറ്റുമെന്ന് ദൈവത്തിനറിയാം. അപ്പം ഡീപ്പ് ക്ലീനിങ് ചെയ്യാനായിട്ടുള്ള സ്റ്റാമിന എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ വെളിയിൽ കാണുന്ന കുറച്ച് ഐറ്റംസ് വേഗമൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആ ഐസിൻ്റെ സംഭവത്തിൻ്റെ 2 എണ്ണം ഉണ്ട്. നമുക്കതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവിടെ വെച്ചിട്ട് എന്താ ചെയ്യാമെന്നറിയില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്തെങ്കിലും സ്റ്റാഫ് പാർട്ടി വേറെ എവിടെയെങ്കിലും അവർ നടത്തുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വെക്കുന്നത്. അപ്പോൾ ഞാനത് 2ഉം കൂടെ ഫ്രിഡ്ജിൻ്റെ മണ്ടയിലേക്ക് കയറ്റി വെച്ചു. പിന്നെ നമ്മൾ ഇന്നലെ KFC ഓർഡർ ചെയ്തപ്പോൾ ബണ്ണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊന്നും പിന്നെ കഴിക്കാൻ നിന്നില്ല. ഓൾറെഡി എനിക്ക് വയറ് കേടായതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പിന്നെ പേടിയായപ്പോൾ ഞാനതൊക്കെ കാട്ടിക്കളഞ്ഞു. പിന്നെ കുറച്ച് കപ്പലണ്ടിയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പാത്രത്തിലേക്ക് ആക്കിയിട്ട് മാറ്റി വെച്ചു. പിന്നെ ഞാൻ കൊക്കക്കോളയും ഇതൊക്കെ എടുത്തു വെച്ചിട്ട് ഏട്ടൻ വന്നു കഴിയുമ്പം കൊണ്ടുപോയി കളയാമെന്നാണ് വിചാരിച്ചത്. എന്നിട്ട് പിന്നെ ഏട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ബാത്റൂമിൽ കൊണ്ടുപോയി ഒഴിച്ചു. അത് ശരിക്കും ബാത്റൂം ക്ലീൻ ചെയ്യാൻ സിങ്കിന് എന്തെങ്കിലും ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാനൊക്കെ ഈ സംഭവം ബെസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇപ്പോൾ അറിയുന്നുണ്ടായിരിക്കും അത്രത്തോളം വൃത്തികെട്ട ഒരു സാധനമാണ് ഈ കൊക്കക്കോള പെപ്സി എന്നൊക്കെ പറയുന്നത്. നമുക്ക് നമ്മൾ സിങ്കിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ പോകും. അല്ലെങ്കിൽ അഴുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഒഴിച്ച് കഴിഞ്ഞാൽ വൃത്തിയാകും എന്ന് പറയുമ്പം എത്രത്തോളം ആസിഡിറ്റി ഉള്ള ഒരു ഐറ്റംസൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്തിരിക്കണമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ്. അപ്പോൾ ഒട്ടും തന്നെ ശരീരത്തിന് കൊള്ളില്ലാത്ത ഐറ്റംസാണ് ഇത്. അവർക്ക് വേണ്ടി ഓർഡർ ചെയ്തതാണ്, ഞാൻ കഴിച്ചില്ല. എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല. പണ്ടൊക്കെ ഇഷ്ടമായിരുന്നു, പിന്നെ ഇപ്പോൾ ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഒരു ട്രിപ്പ് നേരത്തെ ഞാൻ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടെ പാത്രങ്ങൾ നമുക്ക് കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ കഴുകുന്ന അപ്പത്തിൻ്റെ പാത്രം എന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ്. ഇതുവരെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല വയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഇച്ചിരി ഉഷാറ് വന്നു. അപ്പം ഞാൻ പിന്നെ കൈയോടുകൂടെ പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് നമുക്ക് അരി വെക്കണമായിരുന്നു കേട്ടോ. ചോറ് വെച്ചതൊന്നും ഇരിക്കേണ്ടായിരുന്നില്ല, എല്ലാം കഴിഞ്ഞു. അപ്പോൾ പിന്നെ അരി വേവാൻ കുറച്ച് കൂടുതൽ സമയം നമുക്ക് വേണമല്ലോ. അപ്പം ഞാൻ കൈയോടുകൂടെ പാത്രം കഴുകി വെച്ച് കഴിഞ്ഞ് ഇനിയിപ്പം അരി അങ്ങ് അടുപ്പത്തിടാമെന്ന് വിചാരിച്ചു. അരിയും തീരാനായി കുറച്ചേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇനിയിപ്പം നാളെ എങ്ങാനും സൂപ്പർ മാർക്കറ്റിൽ പോണ സമയത്ത് അരി മേടിക്കണമെന്ന് വിചാരിക്കണം. അങ്ങനെ കുറച്ച് അരിയും കൂടെ കഴുകിയും കിട്ടും. ഞാനിപ്പോൾ ഒരു അളവ് ഈ ഒരു കപ്പിൽ 1 കപ്പ് നിറച്ചെടുക്കില്ല, ഒരു 3/4 കപ്പ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ഓൾമോസ്റ്റ്
എന്താ പറയുക, ഇപ്പം ഇന്ന് ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉച്ചക്കലത്തേക്കും രാത്രിയിലത്തേക്കും ഞങ്ങൾക്ക് 2 പേർക്ക് പിറ്റേ ദിവസം ഉച്ചക്കലത്തേക്കും കൂടെ ആ ഒരു അളവ് കാണാറുണ്ട്. ആ ഒരു കപ്പിലൊരു 3/4 കപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ ഏട്ടൻ 2 നേരം ഒരു ദിവസം കഴിക്കേണ്ട ഓഫിൻ്റെ എന്നൊക്കെ ആണെങ്കിലായിരിക്കും ഞാൻ ചിലപ്പം ആ ഒരു കപ്പിൽ മുഴുവൻ നിറച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടും. അങ്ങനെ ഇനി എനിക്ക് ഇതൊക്കെ അരി ഇടാൻ വേണ്ടിയിട്ടൊരു ഡപ്പയൊക്കെ മേടിക്കണം. അപ്പം ഇങ്ങനെ പറയലല്ലാണ്ടൊന്നും നടക്കണില്ല, ഓരോന്നായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നാട്ടിൽ പോയി, അപ്പം അതുകൊണ്ട് അപ്പം അങ്ങനെ പറ്റിയില്ല. ഇനി ഓരോന്നായിട്ട് പയ്യെ പയ്യെ മേടിക്കണം. ഇങ്ങനെ വെക്കുമ്പം ഒരു ഭംഗിയുമില്ല, പാത്രത്തിലായിരിക്കുമ്പം എന്താ പറയുക, സെക്യൂറായിട്ട് ആ സംഭവം അങ്ങനെ ഇരുന്നോളൂല്ലോ. ഇനിയിപ്പോൾ ഇവിടെ ഡേ ടു ഡേ എന്ന് പറഞ്ഞാൽ നമ്മുടെ കടയുണ്ടല്ലോ, അവിടെ ഇങ്ങനെ നമ്മൾക്ക് സെറ്റ് കണക്കിന് ഇങ്ങനെ നമ്മൾക്കിപ്പം പൊടികളൊക്കെ ഇട്ട് വെക്കാനുള്ള പാത്രം ആയിക്കോട്ടെ, നല്ല വീട്ടിൽ ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ നല്ല ഭംഗിയുള്ള കുറേ സാധനങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പം ഇനിയിപ്പം അടുത്ത മാസം അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് എല്ലാം നോക്കിയെടുത്ത് മേടിക്കണം. അപ്പം നമുക്ക് കരാമയിൽ ഡേ ടു ഡേയിലാണ് നമ്മൾ പോവുക. അത് ഇവിടെ നിന്ന് ഇച്ചിരി ദൂരമുണ്ട്. അപ്പം അങ്ങനെ പോകുമ്പോൾ പിന്നെ കുറേ സാധനങ്ങൾ മേടിച്ചിട്ട് വരാനും ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ മെട്രോക്കൊക്കെയല്ലേ വരിക. അപ്പം അങ്ങനെ ബൾക്കായിട്ട് സാധനങ്ങൾ മേടിച്ച് വരാനും ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും ഇടയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഓരോന്ന് മേടിച്ച് വെക്കണം എന്തായാലും. പിന്നെ മാങ്ങയൊക്കെ നമ്മൾ ഉപ്പ് തിരുമ്മി കുറച്ച് നേരം വെക്കണം എന്നല്ലോ പറയാം. അപ്പം ഞാൻ ഒരുപാട് നേരമൊന്നും വെക്കണില്ല. നമുക്ക് ഫസ്റ്റ് തന്നെ മാങ്ങ ഒന്ന് നുറുക്കി ഉപ്പ് തിരുമ്മി വെച്ചിട്ട് നമുക്ക് വെണ്ടയ്ക്കയൊക്കെ കറി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇതാക്കുമ്പോൾ കുറച്ചും കൂടെ നേരം ഇരിക്കുമല്ലോ. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ വീട്ടിൽ പപ്പയൊക്കെ തലേ ദിവസം വെക്കാറുണ്ട്. ഇപ്പം ഇന്ന് ഉച്ചയ്ക്കാണ് നമ്മൾ മാങ്ങക്കറി ഉണ്ടാക്കാൻ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ അപ്പൻ ഇതൊക്കെ മുറിച്ച് ഉപ്പൊക്കെ പുരട്ടി അങ്ങ് വെക്കും. അപ്പോൾ ശരിക്കും നല്ല രീതിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ ഞാൻ പിന്നെ അത് മറന്നുപോയി. അതുകൊണ്ട് വെണ്ടയ്ക്ക കറി വെക്കുന്ന ആ ഒരു കുറച്ച് സമയം മാത്രം ഉപ്പൊക്കെ തിരുമ്മിയിട്ട് അവിടെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിലേക്ക് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പച്ചക്കറിയായിരുന്നു വെണ്ടയ്ക്ക. കാരണം ഇതിന് ഭയങ്കര വഴുവഴുപ്പല്ലേ. അപ്പോൾ അത് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് അത് വന്നിരുന്നത് എനിക്ക് മനസ്സിലായി. നമ്മുടെ വീണാസ് കറി വേൾഡില്ലേ, ആ ഒരു വീഡിയോയിൽ നിന്നായിട്ട് എനിക്ക് മനസ്സിലായത്. ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ചു വെച്ച് വേവിക്കുമായിരുന്നു. അടച്ചു വെച്ച് വേവിക്കുമ്പോഴും പിന്നെയും നമുക്ക് ആ ഒരു വഴുവഴുപ്പ് കൂടി വരും. പിന്നെ ഞാൻ നമ്മുടെ വെണ്ടയ്ക്കേൻ്റെ തലയും പാലും ഇല്ലേ, അതൊക്കെ കണ്ടിച്ച് കളഞ്ഞതിന് ശേഷമായിരുന്നു ഞാൻ കഴുകിക്കൊണ്ടിരുന്നത്. അപ്പോഴും അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ട് നമുക്ക് വഴുവഴുപ്പ് കൂടും. ഇപ്പം ഞാൻ അതൊക്കെ മാറ്റി തുറന്ന് വെച്ചിട്ട് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്ത് വേവിക്കുന്നതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് സംഭവം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ വെണ്ടയ്ക്ക കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടവുമാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള നമ്മളുടെ വെണ്ടയ്ക്ക കറിയൊക്കെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, പിന്നെ ഉള്ളിയും നമ്മുടെ ഒരു വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് കൊടുത്തു. അതിനുള്ളിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ എൻ്റെ കയ്യിൽ ക്രഷ്ഡ് ചില്ലിയാണ്. മുളക് പൊടി തീർന്നു പോയിട്ടുണ്ടായിരുന്നു, ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ക്രഷ്ഡ് ചില്ലി ഉണ്ടായിരുന്നേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മളുടെ വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്ത് അങ്ങ് ഇളക്കി കൊടുക്കുക. സൂപ്പറാണ് കേട്ടോ. ചില സമയത്ത് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ആഡ് ചെയ്യാറുണ്ട്, അപ്പോൾ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. ഇപ്പം എന്തായാലും വഴുവഴുപ്പൊന്നും ഇല്ലാണ്ട് നല്ല സെറ്റായിട്ട് സംഭവം കിട്ടാറുണ്ട് എനിക്ക് വെണ്ടയ്ക്ക്. അതുകൊണ്ട് ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ്. ഏട്ടനും കഴിച്ചോളും, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പാവയ്ക്ക് മാത്രമുണ്ട് പിന്നെ അങ്ങേർക്ക് വലിയ താല്പര്യമില്ലാത്തൊരു സാധനം. പക്ഷേ ഇപ്പോൾ ഒരു ദിവസം ഞാൻ പാവയ്ക്ക് കറി വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിച്ചോളൂ കേട്ടോ. ഇഷ്ടമല്ലെങ്കിൽ പോലും പച്ചക്കറിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്നൊന്നും പറയൊന്നുമില്ല, ഉണ്ടാക്കി കൊടുത്താൽ അത് കഴിച്ചോളും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ കുക്കിംഗ് ചെയ്യുമ്പോൾ എനിക്ക് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പം ഉപ്പെങ്ങാനും കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ടെൻഷനായിരിക്കുമല്ലേ. ഇതാകുമ്പോൾ എനിക്ക് ഭയങ്കര കൂളായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളും നന്നായിട്ട് വരും. ടെൻഷൻ അടിച്ച് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മൾ ശരിക്കും ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരണ ഐറ്റംസ് പോലും നമ്മൾ ടെൻഷൻ അടിച്ച് ഉണ്ടാക്കി കഴിയുമ്പോൾ കൊളായി പോവും. അപ്പം അത്രേ ഉള്ളൂ. എന്തായാലും വെണ്ടയ്ക്കൊക്കെ ഇത് സെറ്റായിട്ടില്ല. വെണ്ടയ്ക്ക അടുപ്പത്ത് കിടക്കുന്നു. അപ്പോഴത്തേക്കും ചോറും കൂടെ ഒന്ന് തിളച്ച് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് നമ്മുടെ റൈസ് കുക്കറിലേക്ക് അങ്ങ് ഇറക്കി വെച്ചു. കണ്ട ആ കളർ കാണുമ്പോൾ തന്നെ നിനക്ക് മനസ്സിലാവണില്ലേ മല്ലിപ്പൊടി കൂടിപ്പോയിന്ന്. അപ്പോൾ അതൊക്കെ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് എപ്പോഴത്തെയും പോലെ തന്നെ കുറച്ചും കൂടെ പാത്രങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ കഴുകി അങ്ങ് സെറ്റ് ചെയ്തങ്ങ് വെക്കുവാണ്. അപ്പോൾ സെറ്റായിട്ട് നമ്മളുടെ വെണ്ടയ്ക്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടും വഴുവഴുപ്പൊന്നും ഇല്ലാണ്ട് നല്ല ഡ്രൈ ആയിട്ട് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ മുരിക്കണമൊന്നുമില്ല, നമുക്കിങ്ങനെ കഴിക്കുന്നതാണല്ലോ ആരോഗ്യത്തിന് നല്ലത്. അപ്പം മാങ്ങക്കറി ആണെങ്കിലും അവിടെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ തേങ്ങ അരച്ചൊന്നുമല്ല മാങ്ങക്കറി വെക്കുന്നത്. ഇവിടെ എനിക്കറിയില്ല, ഇവിടുത്തെ തേങ്ങ ഞാൻ എത്ര അരച്ചാലും എനിക്കങ്ങ് സെറ്റ് ചെയ്ത് വരണില്ല. അപ്പം ഞാനിങ്ങനെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഈ തേങ്ങാപ്പാലാണ് ഈ മേടിക്കാറ്. ഇതൊന്നും ആരോഗ്യത്തിന് നല്ലതുമല്ല, അത്ര സൂപ്പർ ടേസ്റ്റിലൊന്നും സംഭവം കിട്ടാറുമില്ല.
എന്നാലും കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഇതാണ് ഞാൻ യൂസ് ആക്കുന്നത്. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഈ കടയിൽ നിന്ന് കിട്ടുന്ന തേങ്ങേൻ്റെ നമ്മുടെ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റേ അടുത്തുള്ളൂ. അപ്പം അവിടുത്തെ തേങ്ങേൻ്റെ പ്രശ്നമാണോ അതോ ഞാൻ അരയ്ക്കുന്നതിൻ്റെ പ്രശ്നമാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൻ ആ തേങ്ങ വെച്ചിട്ട് ഞാൻ അപ്പത്തിന് അരയ്ക്കുമ്പോൾ പോലും നാട്ടിൽ വരുന്ന പോലെ ആ ഒരു നല്ല ടെക്സ്ചറിൽ എനിക്ക് സംഭവം കിട്ടുന്നില്ല. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ മാങ്ങക്കറിയും സെറ്റ് ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് കാച്ചി ഒഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ കറികളൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെന്താ, ഈ കാച്ചി ഒഴിക്കേണ്ട കഥ പറയുമ്പോഴാണ് ഞാനിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ കടുക് ഫുൾ പൊട്ടാൻ വേണ്ടി നിൽക്കൂല. എനിക്ക് പേടിയാണ്. കഴിഞ്ഞ ദിവസം നമ്മളുടെ സൈഡിൽ നിന്ന് പ്രശ്നം വന്ന് ഫയർ അലാം അടിച്ചത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും വേഗം ഞാനിട്ട് മുഴുവൻ കടുകും പൊട്ടാൻ നിൽക്കാറില്ല എന്ന് തോന്നുന്നു. എനിക്ക് എന്തോ പുകയൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. ഇപ്പം നമ്മളുടെ മിസ്റ്റേക്ക് കൊണ്ട് ഇനി ഫയർ അലാം അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മുടെ അതേ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും സെറ്റായിരുന്നു. ഞാൻ TV ഒക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചു. അപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.